ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മലയാളികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. പക്ഷേ അതിനു മുമ്പായി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണയായി ചന്ദ്രക്കര മാങ്ങ അല്ലെങ്കിൽ മുത്തിക്കുടിയൻ മാങ്ങ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ചെറിയ മാമ്പഴം ഉപയോഗിച്ചാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുള്ളത്. പക്ഷേ കേരളത്തിന് പുറത്തൊന്നും ഈ മാമ്പഴം എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് ഏത് തരത്തിലുള്ള മാമ്പഴം ഉപയോഗിച്ചും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം. എന്താണെങ്കിലും മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാനിവിടെ 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതിവിടെ കിട്ടുന്ന നല്ല മധുരമുള്ള നല്ല ദശക്കട്ടിയുള്ളൊരു മാമ്പഴമാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തും ചേർക്കുന്നുണ്ട്, മാമ്പഴത്തിൻ്റെ അണ്ടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ മാമ്പഴം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നീളത്തിൽ അരിഞ്ഞ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം, അതായത് മാമ്പഴം മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മാമ്പഴം നല്ലോണം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കൂട്ടാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 1 മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇത് 3ഉം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരം കൂട്ടാനായി 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് മാമ്പഴ കൂട്ടാനായതുകൊണ്ട് തന്നെ ഇതിന് മധുരം മുന്നിട്ട് നിൽക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നിങ്ങൾക്കിത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണമെന്നില്ല. നിങ്ങളെടുക്കുന്ന മാമ്പഴത്തിന് മധുരം കൂടുതലാണെങ്കിൽ ശർക്കരയുടെ അളവ് കുറയ്ക്കാം. അതുപോലെ തന്നെ മധുരം കുറവാണെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടുകയും ചെയ്യാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയൊക്കെ നല്ലോണം ഒന്ന് അലിഞ്ഞ് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ചേർന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കട്ടയൊക്കെ ഉടച്ചെടുത്ത തൈരാണ്, അധികം പുളിപ്പില്ലാത്ത തൈരാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം കൂട്ടാൻ ഒരിക്കലും തിളയ്ക്കാൻ അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ തൈരൊക്കെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പിൻ്റെയോ മധുരത്തിൻ്റെയോ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൂട്ടാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് താളിച്ച് ചേർക്കാം. കൂട്ടാനിലേക്ക് വറുത്തിടാൻ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം.
5 6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.